അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായമാണ് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ 2-ാമത്തെ അധ്യായത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. ഇത് പ്രാധാന്യമുള്ളതെന്ന് പറയാൻ കാരണം പിതാവിൽ നിന്ന് നമുക്ക് നൽകുവാൻ യേശു വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ 2-ാമത്തെ അധ്യായത്തിലാണ്. അതോടൊപ്പം തന്നെ പുതുനിയമസഭയുടെ ഒരു തുടക്കം, അതിൻ്റെ ഉദ്ഘാടനം സംഭവിക്കുന്നത് ഈ 2-ാമത്തെ അധ്യായത്തിലാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് ഈ അധ്യായം. അതിലോരോ വാക്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. ആദ്യത്തെ വാക്യം വായിക്കുകയാണ്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. പെന്തക്കോസ്റ്റ് നാൾ വന്നപ്പോൾ. പെന്തക്കോസ്റ്റ് എന്ന വാക്ക് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്കാണ്. പെന്തക്കോസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം 50-ാമത്തേത് എന്നാണ്, 50th എന്നാണ് അർത്ഥം. ഇതിന് പഴയ നിയമത്തിൽ ഷാവോട്ട് എന്ന വാക്കാണ് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഫീസ്റ്റ് ഓഫ് വീക്സ്, ആഴ്ചകളുടെ ഉത്സവം. അതായത് പാസ് ഓവർ കഴിഞ്ഞ് പെസഹ കഴിഞ്ഞിട്ട് 50-ാമത്തെ ദിവസം, അതായത് 7 ആഴ്ചകൾ കഴിഞ്ഞ് വരുന്ന, അതിൻ്റെ വേദഭാഗങ്ങൾ പഠിക്കുന്ന വായിക്കാൻ ഇപ്പോൾ സമയമില്ല, 7 ആഴ്ച കഴിഞ്ഞ് വരുന്ന ദിവസം ഉത്സവമായി ആഘോഷിക്കുവാൻ ദൈവം അവർക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു. അതിൻ്റെ ബേസിൽ 7 ആഴ്ചകൾ എന്ന് പറഞ്ഞാൽ 49 ദിവസം, അത് കഴിഞ്ഞ് വരുന്ന 50-ാമത്തെ ദിവസമാണ് അവർ പെന്തക്കോസ്റ്റായിട്ട് ആഘോഷിച്ചിരുന്നത്. അതായത് ഫീസ്റ്റ് ഓഫ് വീക്സ് അല്ലെങ്കിൽ ആഴ്ചകളുടെ ഉത്സവമായിട്ട് അവർ ആഘോഷിച്ചിരുന്നു. മാത്രവുമല്ല, മറ്റൊന്ന് ഫസ്റ്റ് ഫ്രൂട്ടിൻ്റെ, അതായത് ആദ്യ ഫലങ്ങൾ ദൈവത്തിന് കൊടുക്കുന്ന ദിവസം, അതിൻ്റെ ഒരു കൊയ്ത്തുത്സവം കൂടെയാണ് ഈ 50-ാമത്തെ ദിവസം. ഈ പാസ് ഓവറിന് ശേഷം 50-ാമത്തെ ദിവസം എന്ന് പറഞ്ഞു. പാസ് ഓവർ എന്ന് വെച്ചാൽ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പത്തെ തലേ രാത്രിയിൽ സംഹാരദൂതൻ ഇസ്രായേൽ മക്കളുടെ ഭവനങ്ങളെ കടന്നുപോയി, പാസ് ഓവർ ചെയ്ത് കടന്നുപോയി. പാസ് ഓവർ ചെയ്യാന്ന് വെച്ചാൽ അവിടെ തൊടാതെ അവരെ വിട്ടുമാറിപ്പോയി. അങ്ങനെ പാസ് ഓവർ ചെയ്ത് പോയതിൻ്റെ ഓർമ്മ, അതാണ് ഈ പെസഹ എന്ന് പറയുന്ന ആ ദിവസം കഴിഞ്ഞ് 50-ാമത്തെ ദിവസം. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട 50-ാമത്തെ ദിവസമാണ് അവർ സീനായ് മലയിൽ നിന്ന് മോശ മുഖാന്തരം ദൈവം നൽകപ്പെട്ട ന്യായപ്രമാണം അവർക്ക് ലഭിച്ചത്. അപ്പോൾ യഹൂദനെ സംബന്ധിച്ചോളം വളരെയധികം പ്രാധാന്യമുള്ളൊരു ദിവസമാണ് ഈ 50-ാമത്തെ ദിവസം. ഒന്ന്, അത് ആഴ്ചകളുടെ ഉത്സവമാണ്, അതായത് ഷാവോട്ട് എന്ന് പറയുന്ന ഉത്സവം. മറ്റൊന്ന് ഫസ്റ്റ് ഫ്രൂട്ട്, ആദ്യ ഫലത്തിൻ്റെ ഉത്സവം. മൂന്നാമത്തേത് അവർക്ക് സീനായ് പർവ്വതത്തിൽ ദൈവം നൽകിയ ന്യായപ്രമാണത്തിൻ്റെ നൽകപ്പെട്ടതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസം കൂടെയാണ്. അപ്പോൾ ഇതെല്ലാം പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഈ പെന്തക്കോസ്റ്റ് നാൾ. ഈ പെന്തക്കോസ്റ്റ് നാളിൽ എഴുതിങ്ങനെയാണ്, ഇംഗ്ലീഷ് വേർഷൻ പറയുന്നതിനാണ്, വെൻ ദ ഡേ ഓഫ് പെന്തക്കോസ്റ്റ് വാസ് ഫുള്ളി കം. പൂർണ്ണമായും പെന്തക്കോസ്റ്റ് ദിനം വന്നപ്പോൾ. എന്നാൽ ആ പൂർണ്ണമായും എന്ന വാക്ക് എന്തുകൊണ്ട് ഉപയോഗിച്ചെന്ന് ചോദിച്ചാൽ, ബൈബിളിൽ 2 തരത്തിലുള്ള സമയം കാണാൻ കഴിയും. നമ്മൾ ആദ്യത്തെ അധ്യായം പഠിച്ചപ്പോൾ അവിടെ പറയുകയുണ്ടായി, കൈറോസ് ഒന്നും ക്രോണോസ് ഒന്നും, 2 സമയം. കൈറോസ് ദൈവത്തിൻ്റെ സമയം, അപ്പോയിൻറ്റഡ് ടൈം. അതുപോലെ നമ്മളിപ്പോൾ സാധാരണ ഗലാത്യൻസ് 4:4 വായിക്കുമ്പോൾ, അതുപോലെ തന്നെ പല സ്ഥലം നമുക്ക് കാണാൻ കഴിയും, കാലസമ്പൂർണതയിൽ, തക്ക സമയത്ത്. അങ്ങനെയുള്ള സമയങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കയ്യിലായിരിക്കുന്ന സമയമാണ്. അപ്പോൾ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ചില സമയങ്ങളുണ്ട്, അപ്പോയിൻറ്റഡ് ടൈം. നമ്മുടെ ജീവിതത്തിലും ദൈവിക സമയങ്ങളുണ്ട്. ആ സമയമാണ് കൈറോസ്. ഇവിടെ ഉപയോഗിച്ചിരുന്ന അങ്ങനൊരു സമയത്തെക്കുറിച്ചാണ്. കാരണം യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, ഒത്തിരി 500ഓളം പേരോട് പറയുകയാണ്, നിങ്ങൾ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. എത്ര ദിവസം കാത്തിരിക്കണം, എത്ര മണിക്കൂർ കാത്തിരിക്കണം ഒന്നും പറഞ്ഞില്ല. ഇറ്റ്സ് അപ് ടു ഗോഡ്. പിതാവായ ദൈവത്തിൻ്റെ കയ്യിലായിരുന്നു ആ കൈറോസ് ടൈം. ആ കൈറോസ് ടൈം വന്നപ്പോൾ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ. പെന്തക്കോസ്റ്റ് നാൾ വന്നപ്പോൾ, പെന്തക്കോസ്റ്റ് നാൾ ഫുള്ളി കം, പൂർണ്ണമായും വന്നപ്പോൾ. അതായത് മാനുഷിക ബുദ്ധിയിലോ മാനുഷികമായ കണക്കൂട്ടിലോ അല്ല, ദൈവത്തിൻ്റെ സമയം. ആ സമയം എത്തിയപ്പോൾ എല്ലാവരും ഒന്നിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. അത് ഇംഗ്ലീഷ് വേർഷനിൽ മനോഹരമായി നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലാണ്, ദേ വെയർ ഇൻ ഓൺ അക്കോർഡ്. അതായത് ഒരേ മനസ്സോടെ, ഒരേ ആത്മാവോടെ, ഒരേ ചിന്തയോടെ, ഒരേ എന്താ പറയുക, ഒരു വൺ ഇൻ സ്പിരിറ്റ്, ഒരുമിച്ച് ഒന്നിച്ച് ആയിരുന്നു. ഒരു സ്ഥലത്ത് ഫിസിക്കലി അവരുണ്ടായിരുന്നു മാത്രമല്ല, അവരെല്ലാവരും ഒരുമനപ്പെട്ടിരുന്നു.
അവിടെ എല്ലാവരുടെ മനസ്സുകൾ തമ്മിലൊരു ഐക്യം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഈ വൺ അക്കോർഡ് എന്ന വാക്കിന് ഗ്രീക്ക് ഭാഷ ഉപയോഗിച്ച വാക്ക് ഹോമോ തൈമോഡാൻ എന്ന വാക്കാണ്. അതിന് ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്ന വാക്ക് കറക്റ്റ് എനിക്ക് അറിയത്തില്ല. ഹോമോ തൈമഡൻ അല്ലെങ്കിൽ തിമാഡൻ എന്നൊക്കെ പറയാം. HOMOTHYMADON. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് ഇൻ ഹാർട്ട്, മൈൻഡ് ആൻഡ് പർപ്പസ്. അവരുടെ ഹൃദയം കൊണ്ട് ഒന്നായിരുന്നു, അവരുടെ മനസ്സുകൊണ്ട് അവർ ഒന്നായിരുന്നു, അവർക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, പർപ്പസ്. അവരുടെ ഉദ്ദേശവും ഒന്നായിരുന്നു. അവിടെ എല്ലാം ഉദ്ദേശം ഒന്നാണ്. അവരെല്ലാവരും ഒരുമനപ്പെട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവർ കൂടിയിരുന്നു. ഹല്ലേലൂയ. ഇതാണ് എൻ്റെ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ പെന്തക്കോസ്റ്റ് ദിനം ദൈവം അപ്പോയിൻ്റ് ചെയ്ത ഒരു സമയം ആ ദിവസത്തിലെത്തിയപ്പോൾ എല്ലാവരും ഒരുമനപ്പെട്ട് ഒരു സ്ഥലത്തിരിക്കുകയാണ്. പെട്ടെന്ന് രണ്ടാമത്തെ വാക്യം, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി, അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. പെട്ടെന്ന്, സഡൻലി. ദൈവത്തിൻ്റെ പ്രോമിസുകൾ ചിലതൊക്കെ ഒത്തിരി സമയമെടുക്കും. പക്ഷേ അത് വരുമ്പോൾ, അത് നടപ്പിലാകുമ്പോൾ ഇറ്റ് വിൽ കം സഡൻലി. അത് പെട്ടെന്ന് വരും. വെയിറ്റിംഗ് ടൈം ഒത്തിരി ചിലപ്പോൾ ഉണ്ടാവാം. ഇവിടെ തന്നെ അവർ എത്ര നാളെന്ന് അറിയത്തില്ല, അവരിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. എന്ന് വരും എന്നറിയത്തില്ല, അവർ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ പെട്ടെന്ന്, എന്നോട് ചേർന്ന് പറയാം, പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ചില കൈറോസ് മൊമെൻറ്റിൽ വരുമ്പോൾ നമ്മുടെ ലൈഫ് ഷിഫ്റ്റ് ചെയ്യുന്നത് പെട്ടെന്നായിരിക്കും. നമ്മൾ അതുവരെ പ്രതീക്ഷിക്കാത്ത ഒരു സൂപ്പർ നാച്ചുറൽ ഒരു സ്പീഡ്, ഒരു ഡിവൈൻ എന്താ പറയുക, അപ്പോയിൻമെൻറ്റ്സ് എല്ലാം നടക്കും. നമ്മൾ 100 വർഷം അല്ലെങ്കിൽ 10-20 വർഷം അധ്വാനിച്ചിട്ട് നമ്മുടെ മാനുഷ്യം എഫർട്ട് കൊണ്ട് നടക്കാത്തത് ആ ഒരു മൊമെൻറ്റിൽ ആക്സലറേറ്റ് ചെയ്യും. അതായത് ദൈവിക ഇടപെടൽ വരുമ്പോൾ അത് മഹത്വത്തിൻ്റെ ഇടപെടലാണ്. ദ ഗ്ലോറി, ദൈവത്തിൻ്റെ ഗ്ലോറിക്കകത്ത്, മഹത്വത്തിനകത്ത് സൂപ്പർ നാച്ചുറൽ സ്പീഡാണ്. ഹല്ലേലൂയ. അത് മാനുഷിക ബുദ്ധിക്ക് അതീതമായ സ്പീഡാണ്. ദൈവിക സമയം അത് വരുമ്പോൾ പെട്ടെന്നായിരിക്കും. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി, അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ആലോചിച്ച് നോക്കി. ചിലരൊക്കെ പറയും ദൈവം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അങ്ങ് ചെയ്യും. ചിലരൊക്കെ സ്ഥിരം പറയുന്ന, ഈ മടിയന്മാർ പറയുന്ന പരിപാടിയാണ് സ്ഥിരം. ദൈവം എന്തെങ്കിലും തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം തരും, ദൈവം എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ദൈവം ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ദൈവത്തിന് 500 പേരോട് പറയേണ്ട കാര്യമില്ലായിരുന്നു നിങ്ങൾ കാത്തിരിക്കണമെന്ന്. 500 പേരിലും കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ യേശുവോട് പറഞ്ഞു, നിങ്ങൾ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അനുസരിച്ച് കാത്തിരുന്നവ 120 പേരുടെ മേലാണ് പരിശുദ്ധാത്മ വരുന്നത്. ശ്രദ്ധിക്കണം. 500 പേര് അവർ ഞങ്ങൾ വീട്ടിൽ പോയിരുന്നോളാം, ഞങ്ങൾക്ക് ദൈവം നമുക്ക് തരാൻ ഉദ്ദേശമുണ്ടെങ്കിൽ എവിടെ ഇരുന്നാലും കിട്ടും, നമുക്ക് സഭയിൽ പോകേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ ഇരുന്നവർ കിട്ടിയെന്നല്ല പറഞ്ഞിരിക്കുന്നത്. എവിടെ അനുസരിച്ച് ദൈവത്തിൻ്റെ വാക്കിന് വില കൊടുത്ത് ഇരുന്ന 120 പേരുടെ ഇടയിലാണ് ഈ എൻകൗണ്ടർ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് ചില എന്താ പറയുക പ്രോട്ടോക്കോൾസ് ഉണ്ട്, ദൈവരാജ്യ ചില സിസ്റ്റംസ് ഉണ്ട്. ഹല്ലേലൂയ. അത് ദൈവിക നിയമങ്ങളാണ്, ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങളുണ്ട്. ഹല്ലേലൂയ. ദൈവം അവരോട് 500 പേരോട് പറയുകയാണ് നിങ്ങൾ കാത്തിരിക്കണം. 120 പേരാണ് കാത്തിരുന്നത്. അടുത്ത നോക്കി, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എനിക്കിത് വായിക്കുമ്പോൾ ഓർമ്മ വന്നത് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ 50-ാം ദിവസം യഹൂദനെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. സീനായി പർവ്വതത്തിൻ്റെ മേൽ അവർക്ക് ന്യായപ്രമാണം ലഭിച്ചതിൻ്റെ ഓർമ്മയാണ് ഇവിടെ അന്ന് സംഭവിച്ചത്. അതായത് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ അന്നായി സീനായി മലയുടെ മുകളിൽ ഭയങ്കരമായ ഇടിയും മുഴക്കമൊക്കെ കേട്ടു. ഭയങ്കരമായിട്ട് ജനം പേടിച്ച് വിറച്ചു. തണ്ടർ, ലൈറ്റിങ്, ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായി. ഹല്ലേലൂയ. അന്ന് ദൈവം ന്യായപ്രമാണം കൊടുത്തു. എന്നാൽ ഇവിടെ ദൈവം അവർക്ക് കല്ലിൽ കൊത്തിയ ഒരു നിയമത്തെ അല്ല, പകരം തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയാണ്. ഹല്ലേലൂയ. മാത്രമല്ല തൻ്റെ മണവാട്ടിയാകുന്ന സഭയുടെ ഒരു ഇനാഗുറേഷൻ കൂടെയാണ്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം, മോശെ ആ നിയമം വാങ്ങിക്കൊണ്ട് കല്ലിൽ കൊത്തിയ മരണ ശുശ്രൂഷ എന്നറിയപ്പെടുന്ന ആ ന്യായപ്രമാണം വാങ്ങി താഴെ വരുമ്പോൾ പിന്നീടുള്ള സംഭവം നിങ്ങൾക്കറിയാം, അവിടെ 3000-ഓളം പേർ മരിച്ചു. എന്നാൽ നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നു, ദൈവം തൻ്റെ ആത്മാവിന്, നിയമത്തിന് പകരം തൻ്റെ ആത്മാവിനെ പകർന്നപ്പോൾ
3000 പേർ അന്ന് സഭയോട് ചേർന്നു. ഒരിടത്തിൽ പറഞ്ഞാൽ അവർ രക്ഷ പ്രാപിച്ചു, ജീവനെ സ്വീകരിച്ചു. അന്ന് മരണത്തെ അവർ എൻകൗണ്ടർ ചെയ്തു, ഇവിടെ അവർ ജീവനെ സ്വീകരിപ്പാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇതൊരു കോയിൻസിഡൻസ് എന്ന് പറയാം, ഒരു അപ്രതീക്ഷിതമായി സംഭവിച്ചത് ഒരു കാര്യമാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതെല്ലാം ദൈവത്തിൻ്റെ പൂർവ്വ പദ്ധതിയാണ്. ഹല്ലേലൂയ. ദൈവം ചൂസ് ചെയ്ത ഡേയും അങ്ങനെയുള്ള ദിവസമാണ്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ അന്ന് സിനായ് പർവ്വതത്തിൽ ഇടിമുഴക്കം ഉണ്ടായതുപോലെ, കൊടിയെ കാറ്റടിക്കുന്ന പോലെ, അതേ അനുഭവത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ദൈവം കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചത്. പരിശുദ്ധാത്മാവിനെ അവരുടെ മതിലേക്ക് പകർന്നു. അന്നും അവിടെ തീജ്വാല ഉണ്ടായിരുന്നു, ആ പർവ്വതത്തിൻ്റെ മേൽ തീജ്വാല ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെയോ ഓരോരുത്തന് ഡിവൈഡഡ് ടങ്സ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, ഓരോരുത്തരിലേക്കും പരിശുദ്ധാത്മാവ് വീതിച്ച് നൽകുകയാണ്. എല്ലാവരിലേക്കും അത് പകരപ്പെട്ടു. ഹല്ലേലൂയ. ഇവിടെ ഇതാ പുതു നിയമത്തിൽ നോക്കുമ്പോൾ അന്ന് അവിടെ സീനായി പർവ്വതമാണെങ്കിൽ ഇവിടെയോ പലപ്പോഴും സഭയെക്കുറിച്ച് പുതു നിയമത്തിൽ പറയുന്നത് സിയോൻ പർവ്വതമെന്നാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് അതിൻ്റെ 18-ാമത്തെ വാക്യം: സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയുടെ അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ഇത് ഏത് സന്ദർഭമാണ് പറയുന്നത്? ഇതാ ഞാൻ ആദ്യം പറഞ്ഞേ, പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ കണ്ട സംഭവമാണ്. അന്ന് സീനായ് പർവ്വതത്തിൻ്റെ മുകളിൽ തീ കത്തുന്ന പർവ്വതം അല്ലേ, മേഘ തമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, വാക്കുകളുടെ ശബ്ദം, അതിൻ്റെ അടുക്കലല്ല നിങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. തൊട്ടടുത്ത് പറയുക, പിന്നെയോ സിയോൻ പർവ്വതത്തിനും. സീനായ് പർവ്വതം അല്ല, സിയോൻ പർവ്വതം. എന്താ സിയോൻ പർവ്വതം? ജീവനുള്ള ദൈവത്തിൻ്റെ നഗരം, ജീവനുള്ള ദൈവത്തിൻ്റെ നഗരം, സ്വർഗീയ യെരൂശലേം, അനേകായിരം ദൂതന്മാരുടെ സർവ്വ സംഘത്തിനും, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ സഭ എന്നറിയപ്പെടുന്നത് സിയോൻ പർവ്വതം, മറ്റൊന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ നഗരം. അതുകൊണ്ട് യേശു പറഞ്ഞ മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. മാത്രമല്ല, മറ്റൊന്ന് സ്വർഗീയ ജെറുസലേം. ഇന്നൊരു ഫിസിക്കൽ യെരൂശലേം അല്ല സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്വപ്നം. നാം ഓരോരുത്തരും ആ പുതിയ യെരൂശലേമാണ്. നമ്മൾ ഓരോരുത്തരും ആ പുതു സഭയുടെ ഭാഗമാണ്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം ആ പെന്തക്കോസ്ത് ദിനത്തിൽ അവിടെ നൽകപ്പെട്ടത് അന്ന് കല്ലിൽ എഴുതിയതല്ല, പകരം ഹൃദയങ്ങളിൽ പകർന്നു. ഇതാ ഞാൻ പുതു നിയമം ചെയ്യുന്നു. അതെങ്ങനെയാ? കല്ലിൽ കുത്തുന്നതല്ല, കല്ലായ ഹൃദയങ്ങളെ മാറ്റി മാംസളമായ ഹൃദയം നൽകും. എൻ്റെ ന്യായപ്രമാണത്തെ അവരുടെ ഉള്ളിൽ എഴുതും. അവരുടെ ആ ന്യായപ്രമാണം ഉള്ളിൽ എഴുതിയപ്പോൾ അവിടെ ജീവൻ, കാരണം പരിശുദ്ധാത്മാവ് അവരെ എംപവർ ചെയ്യാനായിട്ട് കടന്നു വരികയുണ്ടായി. ഹല്ലേലൂയ. അടുത്ത് പറയുകയാണ്, എല്ലാവരും 4-ാമത്തെ വാക്യം, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. എല്ലാവരും, ശ്രദ്ധിക്കണം, എല്ലാവരും, കുറച്ച് പേരല്ല, എല്ലാവരും. ഇത് ദൈവത്തിൻ്റെ ഹൃദയമാണ്. അവിടെ ആയിരുന്ന 120 പേരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. ആരൊക്കെ സംസാരിച്ചു? പത്രോസ് സംസാരിച്ചു, യാക്കോബ് സംസാരിച്ചു, യോഹന്നാൻ സംസാരിച്ചു, മറിയ സംസാരിച്ചു, യേശുവിൻ്റെ അമ്മയായ മറിയ സംസാരിച്ചു അന്യഭാഷകൾ. കാരണം എന്താ? മറിയയോടുണ്ട്. 120 പേരും അന്യഭാഷകളിൽ സംസാരിച്ചു. അത് ദൈവത്തിൻ്റെ ഹൃദയത്തെ കാണിക്കും. ഇന്ന് ചിലരൊക്കെ പറയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അല്ലെങ്കിൽ ആത്മാവ് നിറയുക എന്ന് പറയുന്നത് കുറച്ച് പേർക്കുള്ളത് അല്ല. ദൈവത്തിൻ്റെ ഹൃദയം എല്ലാവരും, വിശ്വസിക്കുന്ന എല്ലാവരും പരിശുദ്ധാത്മ നിറഞ്ഞവരാകണമെന്ന് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഹല്ലേലൂയ. അടുത്ത് പറയുകയാണ്, അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരൂശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. കാരണം എന്താ? അത് ഫെസ്റ്റിവലിൻ്റെ ടൈമാണ്. പഴയ നിയമം വായിക്കുന്ന നമുക്ക് അറിയാൻ കഴിയും, ഇങ്ങനെയുള്ള പ്രധാന ഉത്സവ സമയത്ത് യഹൂദന്മാരുള്ള എല്ലാ പുരുഷന്മാരും അവർ ഏത് രാജ്യത്തായാലും ഏത് സ്ഥലത്തായാലും യെരൂശലേമിലേക്ക് വരും. ജോലിയൊക്കെ മാറ്റിവെച്ച് അവർ യെരൂശലേമിൽ ഉത്സവം കൂടാനായിട്ട് വരും. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് താഴോട്ട് വായിക്കും കാണാൻ കഴിയും, പല സ്ഥലങ്ങളുള്ള ലോകത്തിൻ്റെ പല ഭാഗങ്ങളുള്ള യഹൂദന്മാർ അന്ന് അവിടെ ഉത്സവത്തിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർ അതാ പറഞ്ഞ ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും, കണ്ടോ,
യെരുശലേമിൽ വന്ന അന്ന് യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. കണ്ടോ, സ്വർഗത്തിൽ നിന്നൊരു മുഴക്കം അവിടെ ഉണ്ടായി. അവിടെ ശബ്ദമുണ്ടായപ്പോൾ എല്ലാവരും അവിടെ വന്നു. ഓരോരുത്തൻ ഓരോരുത്തൻ ഈ 120 പേരെ കുറിച്ചാണ് പറയുന്നത്. 120 പേരും താന്താൻ്റെ ഭാഷയിൽ, ഈ ഓരോരുത്തർ പറയുന്നത് ഇവരാണ്, ഈ വന്ന് കൂടിയവർ കാണുകയാണ്, താന്താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി. ഈ വന്നുകൂടിയ ജനം, അതായത് വലിയ പുരുഷാരം വന്നുകൂടി. ലോകത്തിൻ്റെ പല ഭാഗങ്ങളുണ്ടായിരുന്ന ഭക്തിയുള്ള യഹൂദന്മാർ അന്ന് ആ പുരുഷന്മാർ ഓടി വന്ന് നോക്കിയപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ ഭാഷയിൽ, അതായത് ഇവിടെ ഇപ്പോൾ വന്നത് അറേബ്യയിൽ നിന്നുള്ള വ്യക്തിയാണെങ്കിൽ അവൻ്റെ ഭാഷയിൽ അവിടെ നിൽക്കുന്ന ആൾക്കാർ സംസാരിക്കുകയാണ്. ഞാൻ സംസാരിക്കുന്ന ചൈന എന്നുള്ള ആളാണെങ്കിൽ ഞാൻ വന്ന് കാണുന്നത് ചൈനീസ് ഭാഷയിൽ ആൾക്കാർ സംസാരിക്കുന്നതാണ്. ഇങ്ങനെ അവർ സംസാരിക്കുന്നവർ കേട്ടു, അമ്പരന്ന് പോയി, അത്ഭുതപ്പെട്ടു പോയി. കാരണം ഒരു സൂപ്പർ നാച്ചുറൽ ഒരു കാര്യമാണ് അവിടെ സംസാരിക്കുന്നത്. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ട്, ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാർ അല്ലയോ? അവർ പരസ്പരം സംസാരിക്കുകയാണ്, ഇവരെല്ലാവരും ഗലീലക്കാരല്ലേ? ഈ സംസാരിക്കുന്ന എല്ലാവരും ഗലീലക്കാരല്ലേ സംസാരിക്കുന്നത്? പക്ഷേ നമ്മുടെ ഭാഷ ഇവർ പഠിച്ചിട്ടില്ല, നമ്മുടെ ഭാഷ ഇവർ പഠിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ ഇവർ നമ്മുടെ ഭാഷ സംസാരിക്കുന്നത്? അവിടെ ആരും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നില്ല, ആരും പരിഭാഷപ്പെടുത്തുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഭാഷ നമ്മൾ കേൾക്കുന്നത്? ഒന്ന് മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും ഇത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. ഇവിടെ എത്തുമ്പോൾ പലരും ഇത് വെച്ചിട്ടാണ് പലരും പറയുന്നത്, അന്ന് അവിടെ സംസാരിച്ചതെല്ലാം ആളുകൾക്ക് മനസ്സിലായി, ഇന്ന് സംസാരിക്കുന്ന പലർക്കും മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നത് അന്യഭാഷയല്ല, നിങ്ങൾ പറയുന്നത് എന്തോ വേറെ എന്തോ ബ്ലാ ആണ് എന്നാണ് ഇന്ന് പലരും പറഞ്ഞ് തർക്കിക്കുന്നത്. അവർക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. നമ്മൾ മുമ്പ് ഒരു മെസ്സേജ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്, അന്യഭാഷയെക്കുറിച്ച്. നമുക്ക് യൂട്യൂബിൽ കിട്ടും. ഇവിടെ മനസ്സിലാക്കേണ്ടത്, അന്യഭാഷയെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ഡൈവേഴ്സിറ്റി ഓഫ് ടങ്സ് എന്നാണ്. പലവിധമായ ഭാഷകളുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരുന്ന ഈ ഭാഷ എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ 14:22 പറയുന്നതാണ്. അതായത് അന്യഭാഷ അടയാളമായിരിക്കുന്നത് വിശ്വസിക്കുന്നവനല്ല, വിശ്വസിക്കാത്തവനത്രേ. അതായത് ഒരു തരം അന്യഭാഷയുണ്ട്. ആ ഭാഷ എന്ന് പറയുന്നത് അവിശ്വാസികൾക്ക് വേണ്ടിയുള്ള അന്യഭാഷയാണ്. അതായത് ഒരു അവിശ്വാസി കടന്നു വന്നു, പുറത്തുനിന്ന് കടന്നു വന്നപ്പോൾ ഇവിടെ ഇരിക്കുന്ന വ്യക്തി, അവൻ വേറെ ഏത് രാജ്യത്ത് നിന്ന് വന്നാവാം, വേറൊരു ഗോത്രത്തിൽ നിന്നാവാം, ചിലപ്പോൾ ഗോത്ര ഭാഷക്കാരനാവാം. അവൻ വന്നപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അവൻ്റെ ഭാഷയിലാണെങ്കിൽ അത് അവനൊരു അടയാളമാണ്. ഇവിടെ ക്രേത്യരും അറേബ്യരും ഒക്കെ വന്ന് നോക്കിയപ്പോൾ ഗലീലക്കാരായ ആളുകൾ അവരുടെ അറേബ്യൻ ഭാഷയൊക്കെ സംസാരിക്കുന്നവർ കേൾക്കുന്നു. അത് കേട്ടപ്പോൾ അവർക്കത് അടയാളമാണ്. എന്നാൽ 1 കൊരിന്ത്യൻസിൽ തന്നെ 14-2 വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, അന്യഭാഷ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു, ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ ദൈവത്തോട് മർമ്മങ്ങളെ സംസാരിക്കുന്നു. അത് ടങ്സ് ഫോർ പേഴ്സണൽ എഡിഫിക്കേഷൻ, അത് നമ്മുടെ തന്നെ ആത്മീക വർധനവിനുള്ള ഭാഷയാണ്, നാമും ദൈവവുമായുള്ള ഭാഷ. അതിനകത്ത് എന്തുമില്ല, ഇൻ്റർപ്രിട്ടേഷൻ വേണ്ട, ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, ആർക്കും മനസ്സിലാക്കാൻ വേണ്ടി അല്ലല്ലോ ദൈവത്തോട് സംസാരിക്കുന്ന, അത് നമ്മുടെ തന്നെ ആത്മീക വർധന വേണ്ടിയുള്ളതാണ്. ഒരുവൻ അന്യഭാഷ സംസാരിക്കുന്നുവെങ്കിൽ അവൻ തനിക്ക് തന്നെ ആത്മീക വർധന വരുത്തുന്നു. അതാണ് അവിടെ ഉപയോഗിച്ചിട്ട്. അപ്പം നമ്മളിത് പല സ്ഥലത്തും കാണാൻ പറ്റും. ചിലയിടത്തുണ്ട് ദൂതന്മാരുടെ ഭാഷ, മറ്റൊന്ന് നമുക്ക് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന, മറ്റൊരു മധ്യസ്ഥത വഹിക്കുന്ന പ്രാർത്ഥന. ഇങ്ങനെ പല തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അന്യഭാഷ കാണാൻ പറ്റും. അന്യഭാഷയിൽ വ്യാഖ്യാനിക്കുന്ന അന്യഭാഷ കാണാൻ പറ്റും. ഇവിടെ ആരും വ്യാഖ്യാനിക്കുന്നില്ല, പകരം അവർ പഠിക്കാത്തൊരു ഭാഷ സംസാരിക്കുന്നു. പക്ഷെ കേൾക്കുന്നവന് അവനവൻ്റെ ഭാഷയിലാണ് കേൾക്കുന്നത്. മനസ്സിലാക്കണം. അതായത് അവിശ്വാസി ഒരുവൻ വന്ന് നോക്കുമ്പോൾ ഇവർ പറയുന്ന എന്തൊക്കെയോ പറയുന്നു, പക്ഷെ ഇവൻ കേൾക്കുന്നത് അവൻ്റെ ഭാഷയിൽ തന്നെ അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ പ്രസ്താവിക്കുന്നത്. അതായത് ഇത് ഏറിലൊരു ഇൻ്റർപ്രിട്ടേഷൻ നടക്കുന്നുണ്ട്. അവിടെ നിന്ന് വിടുന്നൊരു സാധനം ഇവൻ്റെ ചെവിയിലെത്തുന്നത് മറ്റൊരു തരത്തിലാണ്. ഹല്ലേലൂയ. തൊട്ട് താഴോട്ട് വായിക്കാൻ മനസ്സിലാകും. അവിടെ ഇങ്ങനെയാണ് അവർ പരസ്പരം പറയുന്നുണ്ട്, ഇവരെല്ലാവരും ഗലീലക്കാരല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? അടുത്ത് പറയാണ്, പർഥരും മേദ്യരും എലാമ്യരും മെസപ്പൊത്തേമ്യരും യഹൂദിയിലും കപ്പദോക്കിയിലും പന്തോസിലും ആസിയിലും പൃഗ്യയിലും പംഫുല്യയിലും മിസ്രൈമിലും കുറേനയ്ക്ക് ചേർന്ന ലിബിയ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറേബ്യരുമായ നാം. കണ്ടോ എത്ര ഭാഷക്കാരാണ് വന്നിരിക്കുന്നത്, എത്ര ദേശക്കാരാണ് വന്നിരിക്കുന്നത്. ഇവരെല്ലാവരും ഒരേ സമയത്ത് തന്നെ
അവരവരുടെ ഭാഷയിലാണ് കേൾക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ കേൾക്കുകയുണ്ടായി, ഇങ്ങനെ ഒരാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കും, പക്ഷേ അവിടെ ഇരുന്ന് വേറെ രാജ്യത്തിലുള്ള ആൾക്കാരുള്ളപ്പോൾ അവർക്ക് മലയാളം അറിയത്തില്ല. അവർ ചെവിയിലൊരു ഇയർബഡ് വെച്ചിരിക്കും. അപ്പോൾ അവരുടെ അതിൽ ഒരു FM ട്യൂൺ ചെയ്യുമ്പോൾ അതിലൂടെ ട്രാൻസ്ലേറ്റ് ചെയ്താണ് അവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര അതിശയം, എനിക്ക് സന്തോഷമായിരുന്നു, ഭയങ്കര ഇതായത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഭാഷക്കാരിരിപ്പുണ്ട്. ഇവിടെ നിന്ന് 5-6 ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള സമയമില്ല. ഇപ്പോൾ ഒരാൾ പറഞ്ഞിട്ട് 5 ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അടുത്ത സെൻറ്റൻസ് പറയണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. പക്ഷേ എന്ത് ചെയ്യും, ഇവരിവിടെ നിന്ന് പറയും, അത് പല സ്ഥലങ്ങളിൽ നിന്ന് പല ആളുകൾ പല ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരു FM കൊടുത്തിട്ടുണ്ട്, ഒരു സ്റ്റേഷൻ, അത് ഒരു ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഹിന്ദിയിൽ കേൾക്കേണ്ട ആൾ ഇന്ന ഫ്രീക്വൻസി ട്യൂൺ ചെയ്യണം. അങ്ങനെ ട്യൂൺ ചെയ്ത് ഒരു ഹെഡ്സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ ഞാനിവിടുന്ന് പറയുന്ന സാധനം അതേസമയം പല ആളുകൾ ഇതിനെ പല ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഈ ഫ്രീക്വൻസി കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് വേണ്ടവന് അവനവൻ്റെ ഭാഷയിൽ അത് ലഭിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ ഇവിടെ ഇവർ അന്യഭാഷയിൽ സംസാരിക്കുക. ദൈവം കൊടുത്തൊരു സൂപ്പർ നാച്ചുറൽ ലാംഗ്വേജ്, ഇവർക്ക് അതെന്തെന്ന് പോലും അറിയത്തില്ല. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ അറേബ്യൻ കേൾക്കുന്ന അറേബ്യൻ ഭാഷയിൽ, ക്രേത്യൻ കേൾക്കുന്ന അവൻ്റെ ഭാഷയിൽ, ഈ വന്ന എല്ലാവർക്കും അവനവൻ ജനിച്ചു വളർന്ന സ്ഥലത്തുള്ള ഭാഷയിൽ അത് കേൾക്കുന്നത്. ഇതാണ് അവർക്ക് അത്ഭുതമായത്. ഇവർക്ക് ആരും ഒന്നും അറിയാത്തവരാ, ഗലീലക്കാരാ, പക്ഷെ നമ്മുടെ ഭാഷയിൽ എങ്ങനെ ഇവർ സംസാരിക്കും? അവർ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നു. എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ച് ഇതെന്തായിരിക്കുമെന്ന് തമ്മിൽ പറഞ്ഞു. കണ്ടോ, ഒരു സൂപ്പർ നാച്ചുറൽ മാനിഫെസ്റ്റേഷൻ. അതായത് അവിശ്വാസികൾക്കായിരിക്കുന്നവർക്ക് പോലും ഒരു അടയാളമാകുന്ന അന്യഭാഷ. ഞാൻ പലപ്പോഴും ചില സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ ഗോത്രപ്രദേശങ്ങളിൽ, ഉൾപ്രദേശങ്ങളിൽ പോയി സംസാരിക്കാൻ പോകുന്ന മിഷണറിമാർ, അവർക്ക് അവിടുത്തെ ഭാഷ അറിയത്തില്ലെങ്കിൽ അവർ ചിലപ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന അവിടെയുള്ള ആൾക്കാർ കേൾക്കുന്നത് അവരുടെ ഗോത്രഭാഷയിലാണ്. ഇനി സ്പാനിഷ് അറിയാത്ത ആൾ സംസാരിക്കുമ്പോൾ സ്പാനിഷ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അതേ ഭാഷ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പലതരത്തിൽ പരിശുദ്ധാത്മ ഇടപെടാൻ കഴിയും. പ്രിയരെ, നമ്മൾ പലപ്പോഴും നമ്മുടെ മാനുഷ്യ ബുദ്ധി കൊണ്ട് ദൈവത്തെ അളക്കാൻ, ലിമിറ്റ് ചെയ്യാൻ നോക്കുന്ന പ്രശ്നം. ഒരു സൂപ്പർ നാച്ചുറൽ കാര്യം നടക്കുമ്പോൾ അതിന് എപ്പോഴും 2 അഭിപ്രായം ഉണ്ടാവും. ഇവിടെയും ഉണ്ട്. ഇവിടെ നോക്കിയേ, ചിലർ പറയുകയാണ് ഇതെന്തായിരിക്കും എന്ന് പറഞ്ഞ് തമ്മിൽ അവർ ഭയങ്കരമായിട്ട് ഭ്രമിച്ച് ചഞ്ചലിച്ചു. ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മറ്റു ചിലർ പരിഹസിച്ച് പറഞ്ഞു. കണ്ടോ, എല്ലായ്പ്പോഴും ഇതിപ്പോൾ ഒരു സൗഖ്യമായിക്കോട്ടെ, ഒരു അത്ഭുതമായിക്കോട്ടെ, എന്ത് സംഭവിച്ചാലും 2 അഭിപ്രായം വരും. ചിലർ ഇതിനെ കണ്ട് ഭ്രമിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് പേടിച്ച് നിൽക്കും. ചിലരാണെങ്കിലോ ആ റെവറൻസ് ഒന്നും കാണത്തില്ല, പകരം കളിയാക്കും. അന്നും ഇന്നും അതിനൊരു മാറ്റവുമില്ല. കുറേ പേര് പറഞ്ഞു ഇവർ മദ്യപിച്ച് നിൽക്കുക, നല്ലവണ്ണം മദ്യപിച്ച് നിൽക്കുക. അപ്പോൾ ചിലർ അതിശയത്തോടെ പറയും, നോക്കുക, അവർ അന്തം വിട്ട് നോക്കി നിൽക്കുക. ഹല്ലേലൂയ. ചിലരൊക്കെ ഇന്ന് പറയാറുണ്ട്, അത്ഭുതങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ താഴെ കമൻറ്റ് കാണാൻ പറ്റും, ഇതൊക്കെ വെറും തട്ടിപ്പാ എന്നൊക്കെ പറയും. പ്രിയ, ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഇന്ന് മോശപ്പെട്ട കാര്യങ്ങൾ ഒത്തിരി ഇന്ന് നടക്കുന്നുണ്ട്, ഒരുപാട് കാര്യം നടക്കുന്നുണ്ട്. ചിലരൊക്കെ എന്താ പറയുക, മന്ത്രവാദികളുടെ പുറകെ സൗഖ്യത്തിനൊക്കെ നടക്കുന്നുണ്ട്. അവർക്ക് അതിലൊക്കെ വിശ്വാസം, അല്ലെങ്കിൽ അതൊക്കെ നടക്കുമ്പോൾ അവരങ്ങനെ അംഗീകരിക്കാൻ തയ്യാറാണ്. കാരണം പിശാചിന് എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ ചെയ്യാൻ അവർ വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിന് എന്താ ഇന്ന് അത്ഭുതം ചെയ്യാൻ കഴിയത്തില്ലേ? ദൈവത്തിൻ്റെ കൈ എന്താ മടങ്ങിയിരിക്കുവാണ്, ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ലേ? പ്രിയരെ, ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ആരെങ്കിലും 400 രൂപയുടെ നോട്ട് കണ്ടിട്ടുണ്ടോ? 400 രൂപയുടെ കള്ളനോട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടില്ല. എന്തുകൊണ്ടാണ് കാണാത്തേ? 400ൻ്റെ ഒറിജിനൽ ഇല്ല, അതുകൊണ്ടാണ്. വേറെ ഒന്നും കൊണ്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ന് എല്ലാവരും ഇത് മോശം എന്ന് തെറ്റായ തെറ്റ് അല്ലെങ്കിൽ കള്ളത്തെന്ന് പറഞ്ഞുണ്ടാക്കുന്നത്? ഒറിജിനൽ ഉള്ളതുകൊണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനെയും ഒറ്റയടിക്ക് വിമർശിക്കാതെ ഒറിജിനലിനെ അംഗീകരിക്കാനും പറ്റണം. ഒരു കാര്യം നോക്കിയാൽ മതി, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുമ്പോൾ ആ അത്ഭുതങ്ങളും അടയാളങ്ങളും വ്യക്തികളെ ദൈവത്തിലേക്ക് തിരിക്കുന്നുണ്ടോ, യേശുവിലേക്ക് അവരെ ആകർഷിക്കുന്നുണ്ടോ മാത്രം നോക്കിയാൽ മതി. അത് പിശാചിന് ഇഷ്ടപ്പെടത്തില്ല. അത് പിശാച് എപ്പോഴും എതിർക്കും. ഒരിടത്ത് അത്ഭുതം നടക്കുന്നു, ഒരു ചർച്ചിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നെങ്കിൽ അവർ ഒരു കാര്യം നോക്കിയാൽ മതി, അവർ ഏതെങ്കിലും വ്യക്തിയാണോ നോക്കുന്നത്, അവർ ദൈവത്തിലേക്ക് അവർ തിരിയുന്നുണ്ടോ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ അവർ എന്താ പറയുക, യേശുവിനെ കഥാവായി സ്വീകരിക്കുന്നുണ്ടോ, ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നുണ്ടോ, അവർ യേശുവിനെ അധികമായി സ്നേഹിക്കുന്നുണ്ടോ, എങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ളതാണ്. നമ്മളെപ്പോഴും കൗണ്ടർ ഫീറ്റ് പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, കൗണ്ടർ ഫീറ്റ് ഉള്ളതുകൊണ്ട് എന്തെന്ന് വെച്ചാൽ ഒറിജിനൽ ഉള്ളതുകൊണ്ടാണ് കൗണ്ടർ ഫീറ്റ് ഉള്ളത്. സാത്താന് ഒന്നും ഉണ്ടാക്കാൻ കഴിയത്തില്ല, അവനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ മാത്രമേ കഴിയത്തുള്ളൂ. അപ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ അത്ഭുതം നടക്കുമ്പോൾ പറയും അത് കള്ളപ്രവാചകന്മാർ നിങ്ങൾ തെറ്റിക്കും എന്നൊക്കെ പറഞ്ഞ് വചനം എടുത്ത് കോട്ട് ചെയ്തിട്ട് എല്ലാ സഭകളെയും ഇതുപോലുള്ള ശുശ്രൂഷിക്കുന്നവരെയൊക്കെ നെഗറ്റീവ് പറയാൻ ഒത്തിരി പേര് ശ്രമിക്കാറുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, പിശാചിന് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ എത്ര അധികമായി ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവത്തിന് നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിയും. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്നതിലും അധികം ചെയ്യും. അപ്പോൾ ഇവിടെ പറയാം, ഇതൊരു സൂപ്പർ നാച്ചുറൽ മാനിഫെസ്റ്റേഷൻ നടന്നതാണ്.
അവർ കാത്തിരുന്നു. അവിടെ ദൈവം തൻ്റെ ആത്മാവിനെ പകർന്നു. ഒരു കാര്യം ഞാൻ ആഡ് ചെയ്യാനുള്ളത്, അന്ന് ആ ജനം അവിടെ കൂടിയത് നേരത്തെ പറഞ്ഞല്ലോ, വൺ അക്കോർഡ്, ഒരേ മനസ്സ്, ഒരേ ഹൃദയം, ഒരേ പർപ്പസ് ഉണ്ടായിരുന്നു. എന്താ അവരുടെ പർപ്പസ്? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. അവരതിനു വേണ്ടിയാണ് കാത്തിരുന്നത്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെയും ഒരു കൂട്ടം ജനം ഒരേ മനസ്സോടെ ഒരേ പർപ്പസോടെ വന്നു. എന്താണെന്നറിയാവോ? ബാബേൽ ഗോപുരം പണിയാൻ. നമുക്ക് സ്വർഗത്തോളം എത്തുന്ന ഒരു വലിയ ഗോപുരം പണിയണമെന്ന് അവർ ഒരേ മനസ്സോടെ വന്നു. അവരുടെ ലക്ഷ്യം ഒന്നായിരുന്നു. അവിടെ ദൈവം നോക്കിയിട്ട് പറയാണ്, ഇവരുടെ എല്ലാവരുടെയും ചിന്ത ഒന്നാണ്, ഇവരുടെ ഭാഷയും ഒന്നാണ്, അവർ എന്ത് ചിന്തിച്ചാലും അവർക്ക് അത് അസാധ്യമാവുകയില്ല എന്ന് പറഞ്ഞ് ദൈവം അവരുടെ ഭാഷയെ കലക്കി. അതായത് ഒരേ മനസ്സുണ്ടെങ്കിൽ, അവിടെ ഒരു ഭാഷയും കൂടെ ഉണ്ടെങ്കിൽ, നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഹല്ലേലൂയ, നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് പിശാച് സഭകൾക്കകത്ത് പല ഡോക്ടറിൻ്റെ പേരിൽ, പലവിധ ഉപദേശങ്ങളുടെ പേരിൽ ഭിന്നത കൊണ്ടുവരാൻ നോക്കിക്കൊണ്ടിരിക്കുക. നിൻ്റെ ഉപദേശമല്ല എൻ്റെ ഉപദേശം, ആ സഭയിലുള്ള ഉപദേശമല്ല ഈ സഭയിലുള്ള ഉപദേശം, ഇങ്ങനെ സഭയിലുള്ള ഉപദേശങ്ങളുടെ പേരിൽ ഭിന്നത കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാരണം അവനറിയാം, ഭിന്നത മാറി യൂണിറ്റി ഉണ്ടെങ്കിൽ അതിനകത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകും. സങ്കീർത്തനങ്ങളിൽ വായിക്കുമ്പോൾ, അത് 133-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ്, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. ഹല്ലേലൂയ. അവിടെ ഇതിങ്ങനെയാണ്, അത് വസ്ത്രത്തിൻ്റെ വിളിമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക്, അഹരോൻ്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായ അവൻ്റെ തലയിലെ വിശേഷ തൈലം പോലെയും. ദാറ്റ് മീൻസ് അനോയിൻറ്റിങ്, പൗരോഹിത്യ അനോയിൻറ്റിങ്. എവിടെയാണോ സഹോദരന്മാർ ഒരുമിച്ച് യൂണിറ്റിയിൽ നിൽക്കുന്നത് അവിടെ എന്തുണ്ട്? അഭിഷേകത്തിൻ്റെ ഒരു ഒഴുക്കുണ്ട്, ഒരു ഫ്ലോ ഉണ്ട്. തൊട്ട് താഴെ പറയുകയാണ്, അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അനുഗ്രഹവും ശാശ്വതമായ ജീവൻ എവിടെയുണ്ട്? എവിടെയാണോ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് അവിടെ എന്തുണ്ട്? അനോയിൻറ്റിങ് ഫ്ലോ ചെയ്യും, അവിടെ അനുഗ്രഹമുണ്ട്, അവിടെ ജീവനും ഫ്ലോ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും പല സ്ഥലങ്ങളിലും പലരും പരസ്പരം ചോദിക്കും, നിങ്ങളുടെ അവിടുത്തെ ഉപദേശം എന്താ? പ്രിയരെ, ഉപദേശത്തിൻ്റെ പേരിൽ തെറ്റാനുള്ളതല്ല, പരസ്പരം ചെളിവാരി എറിയാനുള്ളതല്ല, പകരം സ്നേഹത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഐക്യം ഒരുമിച്ച് നിൽക്കാനാണ് തൻ്റെ സഭയെ കഥാവാക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത്, ഉൽപ്പത്തി പുസ്തകത്തിൽ അന്ന് അവർ ഒരുമനപ്പെട്ടു, ഒരേ ഭാഷ. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവരുടെ ഭാഷയെ കലക്കി. അതിനർത്ഥം എന്താ? ഒരേ മനസ്സും ഒരേ ഭാഷയുണ്ടെങ്കിൽ എന്തും ഏത് ഗ്രൂപ്പിനും സാധ്യമാണ്. ഇവിടെ തൻ്റെ ജനം പുതുസഭയായി ഒരേ മനസ്സോടെ ഇരിക്കുക. പക്ഷെ ഭാഷകൾ പലതായിരുന്നു, പല ഭാഷകളായിരുന്നു. എന്നാൽ ദൈവം അവർക്ക് ഒരു ഭാഷ കൊടുത്തു. എന്താ ഭാഷ? ആത്മാവിൻ്റെ ഭാഷ. അതാണ് പുതുനിയമസഭയ്ക്ക് ദൈവം കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ്, അന്യഭാഷയിൽ പ്രാർത്ഥിക്കാനുള്ള വരം. വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ ബർത്ത്ഡേക്കൊക്കെ തരുന്നത് ഏറ്റവും നല്ലതായിരിക്കില്ലേ? പ്രിയ സഭയുടെ ഇനാഗുറേഷന് സ്വർഗം കൊടുത്ത ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ കഴിയുക. അതായത് ഭാഷ ഒന്നായി ഒരേ മനസ്സോടെ ഒരേ ഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ, ഒന്നും നിങ്ങൾക്ക് അസാധ്യമാകത്തില്ല. അതുകൊണ്ടാണ് അതറിയാവുന്ന പിശാച് ഇന്ന് അന്യഭാഷയ്ക്കെതിരെ വേണ്ടാത്ത ആരോപണങ്ങളും വേണ്ടാത്തയുള്ള എന്താ പറയുക കോൺട്രവേഴ്സീസും ചർച്ചാ വിഷയമാക്കി ഇതിനെ പലരെയും മടുപ്പിച്ചത്. എന്നാൽ തിരിച്ചറിയുക, ഇന്ന് സ്നേഹത്തിൽ ഉപദേശങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, സ്നേഹത്തിൽ ഒരുമിച്ച് നമ്മൾ ഒരു ശരീരത്തിൻ്റെ ഭാഗമാണെന്നുള്ള ബോധ്യത്തിൽ ഒരുമിക്കുകയും അന്യഭാഷ അധികമായി പ്രാർത്ഥിക്കുകയും വേണം.